കലോത്സവ നഗരിയിൽ എന്നും ആവേശകരവും അത്രത്തോളം ആനന്ദകരവുമാണ് നമ്മുടെ ഈ സ്റ്റോളുകൾ. ഇന്ന് സ്റ്റോളുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത് നമ്മുടെ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളാണ്. എന്നും എപ്പോഴും ഒരു കൂട്ടായ്മയുടെ ഭാഗമായും കുട്ടികളോടൊപ്പം നിൽക്കുന്ന ഈ NSS സംഘടന ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സ്റ്റോളിനെ കുറിച്ച് ഇവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യമാക്കിയിട്ടാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ സ്റ്റോളുകൾ നിർമ്മിക്കുന്നതും അവിടെ ഈ പറയുന്ന കച്ചവടങ്ങൾ നടത്തുന്നതും. അപ്പം നമുക്കും ഒരു പ്രത്യേകമായ ലക്ഷ്യം ഉണ്ടായിരിക്കും അല്ലേ? ഇദ്ദേഹമാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ലീഡർ അല്ലേ? ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഇത് നടത്തുന്നത്. സഹപാഠിക്ക് ഒരു സ്നേഹവീട് എന്ന ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റാൾ ഇടുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അവർക്ക് ഒരു പങ്ക്, ബാക്കി ഞങ്ങൾ അല്ലാതെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്താണ് ഞങ്ങൾ ഒരു വീട് പണിത് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സ്റ്റാൾ ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ന് ആദ്യ ദിനമാണ് കലോത്സവം. അപ്പോൾ ഇന്നത്തെ തിരക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നലത്തേലും ഇന്ന് തിരക്കുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ നന്നായിട്ട് പോയി. ഇന്ന് പുറത്തുനിന്ന് അത്യാവശ്യം ആൾ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാൾ ഇപ്പോഴത്തെ ഇത് വെച്ച് നന്നായിട്ട് നടക്കുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നാലും സഹപാഠിക്കൊരു വീട് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പം നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന കച്ചവടത്തിൻ്റെ ലാഭവും നിങ്ങൾ അതിനകത്ത് എടുക്കുന്ന എഫേർട്ടും അത് കൃത്യമായിട്ട് അതിൻ്റെ ഉദ്ദേശത്തോടെ തന്നെ കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാരാണ് ഇതിൻ്റെ പിന്നണിയിൽ ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ കൊണ്ടുവരാൻ? അത് നമ്മൾ വോളണ്ടിയേഴ്സും ടീച്ചേഴ്സും എല്ലാവരും കൂടെ ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു ഇത്. ഇപ്പോൾ ജില്ലാ കലോത്സവത്തിൻ്റെ ആദ്യ നാളുകളിൽ NSS അവരുടെ സ്റ്റോള് വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മളിവർ സൂചിപ്പിച്ച പോലെ തന്നെ സഹപാഠിക്ക് ഒരു കൈത്താങ്ങ് എന്ന നിലയിൽ ഒരു മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി NSSൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സ്റ്റോള് ഏറ്റവും വിജയകരമായിട്ട് പൂർത്തിയാകട്ടെ. ഇവിടെ കലോത്സവത്തിൽ വന്നിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും വളരെ രുചിയേറിയ ഭക്ഷണം അവർക്ക് കൊടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൃദംഗത്തിൽ 1ാം സ്ഥാനം നേടിയ ഒരു കൊച്ചുമിടുക്കനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. പേരെന്താ? ശ്രീഹരി സുരേഷ്. ഇത് കുറെ നാളായോ പഠിക്കുന്നേ? ഞാനൊരു 7-8 കൊല്ലമായി. ആരാണ് ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇന്നിങ്ങോട്ട് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസോടുകൂടി പങ്കെടുക്കാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ആരാണ്? പേരൻസും പിന്നെ എൻ്റെ പഠിപ്പിക്കുന്ന ഗുരുനാഥനും. സ്കൂളിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയുണ്ടായിരുന്നു സപ്പോർട്ട്? അവർ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഏത് സ്കൂളിൽ നിന്നാണ്? ഞാൻ IHRD മുട്ടം. ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവത്തിൽ പദ്യം ചൊല്ലൽ അറബിക്കിൽ 1ാം സ്ഥാനം നേടിയ കൊച്ചുമിടുക്കികളാണ് നമ്മളോട് കൂടി ഇപ്പോൾ ചേരുന്നത്. എന്താ പേര്? ശ്രേയാസിബി. ഫിദ നസ്രീൻ. നിങ്ങൾ രണ്ടുപേരും 2 വിഭാഗക്കാരായിരുന്നു അല്ലേ? ഏതാ? ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, ഹൈസ്കൂള്. എങ്ങനെയുണ്ടായിരുന്നു? ഇത് ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? അല്ല, കുഞ്ഞുനാൾ മുതലേ അറബി പദ്യം ചൊല്ലലിന് പോകാറുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ജില്ല വരെ എത്താൻ സാധിച്ചിട്ടുള്ളൂ. ഈ പ്രാവശ്യം ആദ്യമായിട്ട് സംസ്ഥാനത്ത് പോകാൻ സാധിച്ചു. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? സെൻറ്റ് ജോർജ് HSS കട്ടപ്പന. ഞങ്ങൾക്ക് വേണ്ടി 2 പേര് ആ അറബിക് പദ്യം ഒന്ന് ചൊല്ലാവോ? ഫൗലുൻ 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 ജമാനുൻ ജദീദുൻ ബലാഉൻ മുലീഉൻ തസീറുൻ നവാഹി ബുകാഉൽ ഫനായി സമാഉൻ ഹസീനുൻ ബിഐദിൽ ഉനാസീൻ ബിദുൽമിൽ ജുഹാലി ലുഹൂറൽ ബദീഇ. അതിമനോഹരമായിരുന്നു. അപ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും. സ്കൂളിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ നല്ല സപ്പോർട്ടാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കുട്ടിയാണ് നമ്മളോടുകൂടി ഉള്ളത്. എന്താ പേര്? ഫിദ നസ്രീൻ. എത്ര നാളാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ 7ാം ക്ലാസ് മുതൽ തന്നെ പോകുന്നുണ്ട്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? വിമല ഹൈസ്കൂൾ വിമലഗിരി. സ്കൂളിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിലെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും എപ്പോഴും പറയും ഫസ്റ്റ് മേടിക്കണം എന്നൊക്കെ പറയും. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ഫുള്ള് പ്രാർത്ഥനയാണ്. ഇന്നലെയൊക്കെ പനിയായിരുന്നു, എന്നാലും അവരുടെ പ്രാർത്ഥന കൊണ്ടും ഒക്കെയാണ്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിരുന്നു അല്ലേ? അതെ.